ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്ലീവ് ഡിസൈനാണ് ചെയ്യുന്നത്. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലെ കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബുക്കിൻ്റെ കാർഡ്ബോർഡാണ്. അത് താഴത്തെ വീതി 2 ഇഞ്ചാണ് എടുക്കുന്നത്. ലെങ്ത് 3 ഇഞ്ചും എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ട്രയാങ്കിൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പേപ്പർ ക്യാൻവാസില്ലേ അതെടുത്തിട്ട് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ട്രയാങ്കിൾ അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് ട്രയാങ്കിളും രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ വരച്ചെടുക്കണം. ഒരു അര ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ആ എൻഡ് വരെ മാർക്ക് ചെയ്യരുത്. ഇതേപോലെ വേണം വരച്ചു പോകാനായിട്ട്. ഇത് ഇവിടെ നിന്ന് വേണം വരച്ച് തുടങ്ങാനായിട്ട്. ഇപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് അനുസരിച്ചാണ് ഈ ട്രയാങ്കിൾ എടുക്കേണ്ടത്. ഇവിടെ ഞാൻ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ എൻഡ് ഇതേപോലെ കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കണം. കണ്ടോ, ഇതിപ്പോൾ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒന്ന് കുറച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ക്യാൻവാസിന് വീതി ഇത്രയും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇത് സ്ലീവിൻ്റെ ലൈനിങ് പീസിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കണം. ഇതേപോലെ വെച്ചതിന് ശേഷം അയൺ ചെയ്തെടുക്കണം. ഇതിപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന മെയിൻ ക്ലോത്തിലേക്ക് ലൈനിങ് വെച്ചിട്ട് ഇതേ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കോർണർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിങ് പോവാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ തിരിച്ചെടുക്കണം. ഇനി എൻഡിൽ വന്നിട്ട് നമുക്ക് കൂർത്ത എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെച്ച് സ്ലീവിൻ്റെ ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. ദേ കണ്ടോ, ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഈ ഒരു ഷേപ്പായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇത് ഈ ഒരു ഡിസൈനിലും ചെയ്യാം. ഞാൻ ഈ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു കോർണർ വരുന്ന ആ ഒരു പോർഷനിലെ ആ പോർഷൻ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ആ ഒരു കോർണർ ലെവൽ ചെയ്ത് വെച്ചിട്ട് സൂചി നൂല് വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ ആ ഒരു കോർണർ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഫോൾഡ് ചെയ്ത് സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ റഫായിട്ട് ഒരു സ്ലീവിൻ്റെ ഡിസൈൻ കാണിച്ചതാണ്. താഴത്തെ എൻഡ് കൂടി ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് എക്സ്ട്രാ എടുക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എൻഡിൽ കൂടി ഇതേപോലെ 1 ഇഞ്ച് വീതിയിൽ പട്ട കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ തന്നെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് ഇതേപോലൊരു പീസ് മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ വെച്ചാൽ മതി. ഇതേപോലെ വെച്ച് കൊടുക്കാം. ചുരിദാറിനൊക്കെ ആകുമ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് വൈറ്റ് ബീഡ്സ് കൂടി ഇതിനകത്ത് വെക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമുക്ക് നെക്ക് മോഡലും ചെയ്യാം, ബ്ലൗസിൻ്റെ ബാക്കിലും ചെയ്യാം. ഇനി വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ആ കോർണർ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, ആ കോർണറിലേക്ക് മാത്രം വൈറ്റ് ബീഡ്സ് വെച്ചെടുക്കാം. ഇതാണ് സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്. ഇതേപോലെ ബീഡ്സ് വെച്ചിട്ടും അതിനകത്ത് യെല്ലോ കളർ മെറ്റീരിയൽ വെച്ചിട്ടും ഇതേപോലെ അത് മുകളിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.